ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യലായ ഇഞ്ചിക്കറിയും മാങ്ങാക്കറിയുമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യമേ മാങ്ങാക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇലയിൽ എപ്പോഴും ഉണ്ടാകുന്ന തൊടുകറിയാണ് ഈ മാങ്ങാക്കറി. സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് മാങ്ങാക്കറി. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തേക്കുന്നത്. നല്ല പച്ച മാങ്ങ തന്നെ വേണം ഈ മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട്. നമുക്ക് തൊലിയോടുകൂടെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ആ മാങ്ങ രണ്ടും അരിഞ്ഞെടുക്കണം. ഇത്രയും ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ ഈ മാങ്ങ അരിഞ്ഞെടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മാങ്ങാക്കറി വേവിച്ചിട്ടല്ല എടുക്കുന്നത്. ഇതുപോലെ ഈ പച്ചയായിട്ട് തന്നെയാണ് നമ്മൾ ഈ മാങ്ങാക്കറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി മാത്രമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങായും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ഇടുകയാണെങ്കിൽ, ഞാനിതിപ്പോൾ ഓണത്തിൻ്റെ സദ്യക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുകയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു 3-4 ദിവസം മുമ്പേ ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കണം. എന്നാലാണ് മാങ്ങയൊക്കെ ഒന്ന് അലിഞ്ഞു വരത്തുള്ളൂ. ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മറ്റെണ്ണകളൊന്നും ചേർത്ത് കൊടുക്കരുത്. നല്ലെണ്ണയാണ് ഇതിന് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ എണ്ണ മാങ്ങയിലൊക്കെ നന്നായിട്ട് മിക്സായി വരണം. ആ മസാലയെല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ട് മിക്സായി വരണം. അതിനുവേണ്ടിയാണ് ഈ എണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഈ മാങ്ങ മസാലയൊക്കെ പുരട്ടി അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറായി. നമുക്കിനി ഇത് ഒന്ന് താളിച്ച് ചേർക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചേക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ മാങ്ങ ചേർത്ത് കൊടുക്കാൻ. മാങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ പാത്രത്തിൻ്റെയും എണ്ണയുടെയും ആ ചൂടിൽ വേണം നമ്മുടെ ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരാനായിട്ട്. നമ്മുടെ ടേസ്റ്റിയായ മാങ്ങാക്കറി റെഡിയായി. ഈ മാങ്ങ നമുക്കിതുപോലെ അടച്ച് നല്ല ഭരണിയിൽ, ഏറ് കയറാത്ത ഭരണിയിൽ അടച്ച് സൂക്ഷിച്ചു വെച്ചാൽ ഇത് കുറേ ദിവസം ഇരുന്നോളും, കേടൊന്നും ആകില്ല. ഇത് എത്ര ദിവസം കൂടുതലിരിക്കുന്നോ അത്രയും ദിവസം കഴിയുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. നമുക്ക് ഈ പാത്രം തണുക്കുന്നിടം വരെ ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തതായിട്ട് നമുക്ക് സദ്യയിലെ തന്നെ തൊടുകറിയായ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം.
ഇതും നമ്മൾ സദ്യയുടെ കൂടെ വിളമ്പുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഇഞ്ചിക്കറി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം ഇഞ്ചിയാണ്. ഇതുപോലെ ഞാൻ നല്ലതായിട്ട് ക്രഷ് ചെയ്താണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരമായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം വറുത്തിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്താണ് എടുക്കാറുള്ളത്. ഈ 100 ഗ്രാം ഇഞ്ചിക്ക് ഞാനൊരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഞ്ചി ക്രഷ് ചെയ്ത പോലെ തന്നെ ക്രഷ് ചെയ്ത് ചേർക്കണം. ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തോളം വാളംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ശർക്കര ചിരണ്ടിയാണേലും ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ശർക്കര പാനിയായിട്ടാണ് ചേർക്കുന്നത്. ശർക്കരയിൽ എപ്പോഴും കല്ലുള്ളത് കൊണ്ട് ഞാനിത് പാനിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ: ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയും മസാലപ്പൊടിയാണ് ഇതിലേക്ക് വേണ്ടത്. നമുക്കിനി ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വെളിച്ചെണ്ണ വേണമെങ്കിലും സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ള എണ്ണയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. നമുക്ക് ഇഞ്ചി വറുത്തെടുക്കണം. അതിനാവശ്യത്തിനുള്ള എണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ താളിക്കുന്നത് നമ്മൾ ഇഞ്ചിക്കറി എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അതിന് മുകളിൽ താളിച്ച് ചേർത്താൽ മതി. ഞാൻ ഇപ്പോൾ തന്നെ ഇത് താളിച്ച് ചേർക്കുന്നേ ഉള്ളൂ. ഇത് താളിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയുടെ പച്ചച്ചോവയൊക്കെ മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 10-20 മിനിറ്റ് കൂടുതൽ നമുക്ക് ഈ ഇഞ്ചി വഴറ്റേണ്ടി വരും. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഈ ഇഞ്ചി വറുത്തെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് വഴറ്റി കൊടുക്കാം. ആദ്യമേ ഈ ഇഞ്ചിയിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റണം. നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റോളം ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നിടം വരെ നമുക്കിത് ആദ്യമേ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെറിയ ഉള്ളി ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിനി നമ്മൾ നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ വഴറ്റിയെടുക്കണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 10-20 മിനിറ്റ് കൂടുതൽ നമ്മൾ ഇതുപോലെ വഴറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മാറി വരത്തുള്ളൂ. നമുക്കത് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കാം. നമ്മുടെ ഇഞ്ചി വഴറ്റിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 25 മിനിറ്റായി. നമ്മുടെ ഇഞ്ചി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഫ്രൈ ആക്കിയാൽ മതി ഇഞ്ചി. ആ ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ പച്ചച്ചോവയൊക്കെ മാറി ഈ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട്
നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ പച്ചച്ചുവ മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. നമ്മൾ ഇഞ്ചി ഫ്രൈ ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന എണ്ണ ഒന്നും മാറ്റേണ്ടി വന്നില്ല. ആ ഇഞ്ചി വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ മാത്രമേ നേരത്തെ നമ്മൾ ഒഴിച്ചിരുന്നുള്ളൂ. ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കുന്നത്. ഇനി ആ മസാലപ്പൊടി എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ആ ഇഞ്ചിയിലെല്ലാം മസാലയും കൂടെ പിടിക്കുന്ന വിധത്തിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമായിരുന്നു നേരത്തെ എടുത്തു വെച്ചിരുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ആ പുളിയിലേക്ക് വീണ്ടും ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. പുളിക്കഷ്ണങ്ങളൊന്നും ഇതിൽ വീഴരുത്. നമ്മൾ കൈകൊണ്ട് തന്നെ അരിച്ചെടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ പുളിയെല്ലാം കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെയായിട്ടും ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും മസാലയുടെയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ ഇഞ്ചിക്കറിയിൽ പുളിയും മധുരവും എരിവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത്രയും മധുരത്തിൻ്റെ ആവശ്യമില്ല എങ്കിൽ നമുക്കിതിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന ശർക്കര കുറച്ച് ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടേസ്റ്റ് നോക്കാം. ആ പുളിയും എരിവും എല്ലാം കൂടെ കറക്റ്റായെന്ന് ചെക്ക് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2-3 കറിവേപ്പിലയും കൂടെ ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയും ടൈറ്റായിട്ട് വേണ്ട എങ്കിൽ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ, തണുത്ത വെള്ളം ചേർക്കരുത്. ഞാനിതിലേക്ക് ഇത്തിരി കൂടെ ഒരു ലൂസ് വേണം. അതിനുവേണ്ടി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഇലയിൽ വിളമ്പാൻ പാകത്തിനുള്ള ഇഞ്ചിക്കറി റെഡിയായി. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം തണുത്തിട്ട് ഒരു കുപ്പിയിൽ എടുത്തു വയ്ക്കാം. നല്ല ടേസ്റ്റിയായ ഇഞ്ചിക്കറിയാണ് ഇത്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. സദ്യയിലെ മെയിൻ ഒരു തൊടുകറിയാണ് ഇഞ്ചിക്കറി. ഇതും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഇഞ്ചിക്കറിയും മാങ്ങാക്കറിയും ആയിരിക്കണം ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കറിയായിട്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. മറ്റൊരു ഓണ വിഭവമായിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്